ഇപ്പോൾ ഒരു സർക്കിളിലുള്ള 10 MS പ്ലേറ്റ് മാനുവലായി എങ്ങനെ മുറിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ സർക്കുലറിലുള്ള ഒരു 10 MS പ്ലേറ്റ് മാനുവലായി എങ്ങനെ മുറിക്കാമെന്ന് നോക്കാം. ഈ എക്സസൈസിന് അവസാനം നിങ്ങൾക്കിവ ചെയ്യാനാകും. ഓക്സി അസെറ്റിലിൻ ഗ്യാസ് കട്ടിങ്ങിലൂടെ സർക്കിൾ കട്ടിങ്ങിനായി വർക്ക് പീസുകൾ സജ്ജമാക്കുക. ഗ്യാസ് കട്ടിംഗ് ഫ്ലെയിം ക്രമീകരിക്കുക. കൈകൊണ്ട് വൃത്താകൃതിയിൽ ഗ്യാസ് കട്ട് ചെയ്യുന്നത്. ഗ്യാസ് ഉപയോഗിച്ച് മുറിക്കുമ്പോൾ സുരക്ഷാ മുൻകരുതലുകൾ കൃത്യമായി പാലിക്കുക. ഗ്യാസ് കട്ട് പ്രതലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. താഴെ പറയുന്നത് പോലുള്ള വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ ധരിക്കുക. വെൽഡിംഗ് ഗ്ലൗസ്, ഹെൽമറ്റ്, ലെതർ ഏപ്രൺ, ലെതർ ബൂട്ട്സ്, വെൽഡിംഗ് ഗോഗിൾസ്, മറ്റ് വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങളും. ഇത് വെൽഡിങ്ങിനിടയിലുണ്ടാകുന്ന പൊള്ളലുകളും പരിക്കുകളും തടയാൻ സഹായിക്കുന്നു. നമുക്ക് പ്രാക്ടിക്കലിന് വേണ്ട തയ്യാറെടുപ്പുകൾ നോക്കാം. ഗ്യാസ് കട്ടിംഗ് ടോർച്ച് സജ്ജീകരിച്ച് ഓക്സിജൻ, അസെറ്റിലിൻ സിലിണ്ടറുകൾ, റെഗുലേറ്ററുകൾ എന്നിവ ഹോസുമായി ബന്ധിപ്പിച്ച് അനുയോജ്യമായ കട്ടിംഗ് നോസിൽ ശരിയാക്കുകയും കട്ട് ചെയ്യേണ്ട മെറ്റൽ പ്ലേറ്റിൻ്റെ ഉപരിതലം വൃത്തിയാക്കി വയ്ക്കുകയും ചെയ്യുക. മുറിക്കുന്നതിന് 1.2 mm നോസിൽ ഉപയോഗിക്കുക. ഗ്യാസ് പ്രഷർ അസെറ്റിലിന് 0.15 kg/cm², ഓക്സിജന് 1.4 മുതൽ 2 kg/cm² സജ്ജമാക്കുക. പ്രീ ഹീറ്റ് ജ്വാലയുടെ അകത്തെ കോൺ മുറിക്കേണ്ട ലോഹപ്രതലത്തിൽ നിന്ന് അകലെയാകുന്ന തരത്തിൽ ബ്ലോ പൈപ്പ് ഉയർത്തിപ്പിടിക്കുക. ഇപ്പോൾ സർക്കുലറിലുള്ള ഒരു 10 MS പ്ലേറ്റ് മാനുവലായി എങ്ങനെ മുറിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ സ്പാർക്ക് ലൈറ്റ് കത്തിച്ച് ന്യൂട്രൽ ഫ്ലെയിം സജ്ജമാക്കുകയും ആവശ്യത്തിന് പ്രീഹീറ്റ് നടത്തുകയും ഓക്സിജൻ പുറത്തുവിടാനായി ലിവർ ജെറ്റ് അമർത്തുകയും ചെയ്യുക. പ്ലേറ്റ് ചൂടായി ചുവക്കുമ്പോൾ കട്ടിംഗ് ഓക്സിജൻ ഫ്ലോ തുറന്ന് സർക്കിൾ മുറിക്കുക. വൃത്തം മുറിക്കുന്നതിന് പിവറ്റ് ബ്ലോക്കിലേക്ക് ഒരു കട്ടിംഗ് ടോർച്ച് നോസിൽ ഘടിപ്പിച്ച് സ്ട്രെയിറ്റ് ലൈനുകളും ബെവലുകളും മുറിക്കാൻ ഉപയോഗിക്കുന്ന അതേ രീതി പിന്തുടരുക. മുറിക്കേണ്ട വൃത്തത്തിൻ്റെ സർക്കംഫറൻസിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ദ്വാരം തുളച്ച് ചുറ്റളവിൽ ഏറ്റവും അടുത്തുള്ള പോയിന്റിലേക്ക് ടോർച്ച് നീക്കേണ്ടത് പ്രധാനമാണ്. തുടർന്ന് സർക്കിളിൻ്റെ സർക്കംഫറൻസിനൊപ്പം ഫ്ലെയിം നീക്കാൻ പിവറ്റ് ബ്ലോക്ക് ഉപയോഗിക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഗ്യാസ് കട്ട് പ്രതലങ്ങളിൽ നിന്നും സ്ലാഗ് നീക്കം ചെയ്യുക. ചിപ്പ് ചെയ്ത മോൾട്ടൺ സ്ലാഗും സോൾഡിഫൈഡ് ഹോട്ട് സ്ലാഗും മേശയുടെ താഴെ വീഴുന്നുവെന്ന് ഉറപ്പാക്കുക. സ്ലാഗിൽ നിന്ന് കട്ടിംഗ് എഡ്ജസ് വൃത്തിയാക്കുകയും ഗ്യാസ് കട്ടിംഗ് ന്യൂനതകളുണ്ടോ എന്നറിയാൻ കട്ട് പരിശോധിക്കുകയും ചെയ്യുക. ഇനി ഓക്സി അസെറ്റിലിൻ കട്ടിങ്ങിൻ്റെ പോരായ്മകളുടെ സാധാരണമായ ചില കാരണങ്ങൾ നോക്കാം. കട്ടിംഗ് സ്പീഡ് വളരെ കുറവാണ്. കട്ടിംഗ് സ്പീഡ് വളരെ കൂടുതലാണ്.
നോസിൽ ഉപരിതലത്തിൽ നിന്ന് വളരെ അകലെയാണ്. നോസിൽ ഉപരിതലത്തോട് വളരെ അടുത്താണ്. ഓക്സിജൻ പ്രഷർ വളരെ കൂടുതലാണ്. ഓക്സിജൻ പ്രഷർ വളരെ കുറവാണ്. അമിതമായി ചൂടായ ഫ്ലെയിം. തെറ്റായ രീതിയിലുള്ള നോസിൽ. Recap. ഒരു സർക്കിൾ കട്ടിങ്ങിനായി വർക്ക് പീസുകൾ സജ്ജമാക്കുക. ഗ്യാസ് കട്ടിംഗ് ഫ്ലെയിം ക്രമീകരിക്കുക. ഗ്യാസ് കട്ടിങ്ങിൻ്റെ കൂടെ സർക്കിൾ കട്ടിങ്ങും കൈകൊണ്ട് തന്നെ ചെയ്യുക. സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുക. ഗ്യാസ് കട്ട് ഉപരിതലങ്ങൾ വൃത്തിയാക്കുക.